Okay, in our last class we discuss what do economists do. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടുഡേ വി ഡിസ്കസ് മൈക്രോ വേഴ്സസ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് നമുക്കറിയാം, ചെറുതാണ് അല്ലേ. മൈക്രോ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമാണ്. മാക്രോ എന്ന് പറയുമ്പോഴോ അത് വലിയൊരു കാര്യമാണ് അല്ലേ, വലുതായിട്ടാണ് നമുക്ക് കാണുന്നത്. മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ് സ്മോൾ സ്കെയിൽ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് സിംഗിൾ ബിസിനസ്സസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇൻഡിവിജ്വൽസ്, സ്മോൾ ഫാമിലീസ്, സിംഗിൾ ബിസിനസ്സുകളൊക്കെ മൈക്രോ എക്കണോമിക്സിലാണ് ഇൻക്ലൂഡ് ആകുന്നത്. ആൻഡ് മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൽ ഹോൾ എക്കണോമിയെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിനെല്ലാം കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഇത് നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ വേം വ്യൂ എന്നും മാക്രോ എക്കണോമിക്സിനെ ബേർഡ് വ്യൂ എന്നാണ് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഴു എന്താണോ കാണുന്നത് അതുപോലെ മൈക്രോയിൽ കാണുന്നുള്ളൂ. മൈക്രോയിൽ അത്രയും സ്റ്റഡി ചെയ്യുന്നുള്ളൂ, ചെറിയൊരു പോർഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ബട്ട് മാക്രോയിലോ ബേർഡ് ഫ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യൂ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ബേർഡിൻ്റെ വ്യൂവിലാണ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നത് നമ്മളൊരു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. And the three central problems. What, how, for whom. What to produce, how to produce, and for whom to produce. What goods or services to produce. എന്ത് ഗുഡ്സ് ആൻഡ് സർവീസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വാട്ട് മെത്തേഡ് ഷുഡ് വി യൂസ്, അതായത് ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഫോർ ഹൂം, ഹൗ ഡു വി ഷെയർ ദി കേക്ക്, ആർക്കാണ് നമ്മൾ ഉണ്ടാക്കിയ അതായത് പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യേണ്ടത്, നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആരിലോട്ടാണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ 1 by 1 ആയിട്ട് നല്ല ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ്. കൺസ്യൂമർ ഗുഡ്സ്, ഫുഡ്, ക്ലോത്ത് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അതായത് നമ്മുടെ ഫുഡ്, ക്ലോത്ത്, എൻ്റർടൈൻമെൻറ്റ്, കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടുള്ള നമ്മൾ ഫുഡ്, ക്ലോത്ത്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമ്മുടെ സാധാരണയായിട്ട് വരുന്ന കാര്യങ്ങളാണല്ലേ. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നേരിട്ടുള്ള ഒരുപാട് നീഡ്സാണ്. ഹ്യൂമൻ ബീയിങ്സിന് നേരിട്ട് വരുന്ന ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെന്താണ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഓരോ ഐറ്റംസാണ് ഫുഡ്, ക്ലോത്ത്, എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗുഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹ്യൂമൻ നീഡ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ വാണ്ട്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഫുഡ്, ക്ലോത്ത്, എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ക്യാപിറ്റൽ ഗുഡായിട്ടുള്ള മെഷീൻസ്, ഫാക്ടറീസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വരുന്നതാണ്. നമ്മൾ മറ്റുള്ള രീതിയിലുള്ള ഐറ്റംസൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പാക്കുന്ന മെഷീനറീസിനെയും അതുപോലെ ഫാക്ടറീസിനെയും ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡിറ്റർമിൻ ബൈ ഡിമാൻഡ് ഓഫ് പ്രയോറിറ്റി. നമ്മൾ ഈ ഫുഡ് ആയിക്കോട്ടെ, കൺസ്യൂമർ ഗുഡ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ഗുഡ് ആയിക്കോട്ടെ, നമ്മളത് ഒരു സൊസൈറ്റിയിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സാണ് നമ്മൾ കൂടുതൽ മേക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഡിമാൻഡും പ്രയോറിറ്റിയും മുന്നിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഡിമാൻഡിനെയും പ്രയോറിറ്റിയെയും നമ്മൾ മുൻപിൽ നിർത്തിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്. Labor intensive, using more people, handmade, capital intensive, using machines and automation, and goal efficiency and cost control. How to produce, നമ്മൾ എന്താണ് നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ലേബർ ഇൻറ്റൻസീവ് നമുക്ക് നോക്കാം. നമ്മൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളുടെ, അതായത് ഒരുപാട് വർക്കേഴ്സിൻ്റെ അവരുടെ ഒരു നമ്മുടെ വർക്കിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുമല്ലോ. അവരുടെ വർക്കിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ്
ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഏതെല്ലാം മെത്തേഡിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് ടു പ്രൊഡ്യൂസ്, കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ലേബർ ഇൻറ്റൻസീവ്, യൂസിങ് മോർ പീപ്പിൾ, ഹാൻഡ് മെയ്ഡ്, അതായത് നമ്മൾ ഒരുപാട് ആളുകളെ വെച്ചിട്ടല്ലേ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെയാണ് ഒരുപാട് വർക്കേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഈ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ വർക്ക് അവരെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. എക്സാമ്പിളായി നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഓരോ പ്രൊഡക്ഷൻസ്. ദെൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, യൂസിങ് മെഷീൻസ് ആൻഡ് ഓട്ടോമേഷൻസ്, നമ്മൾ മെഷീൻസും ഓട്ടോമേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് മെഷീനറീസും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ആൻഡ് ലേബർ ഇൻറ്റൻസീവിൻ്റെയും ക്യാപിറ്റൽ ഇൻറ്റൻസീവിൻ്റെയും ഗോൾ എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് കൺട്രോളാണ്. അതായത് അവർക്ക് എന്ത് വേണം, ലേബർ ഇൻറ്റൻസീവിലായാലും ക്യാപിറ്റൽ ഇൻറ്റൻസീവിലായാലും മെഷീൻസും നമ്മുടെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം, ഈ ലേബർ ഇൻറ്റൻസീവിനും ക്യാപിറ്റൽ ഇൻറ്റൻസീവിനും മെയിൻ എയിം എന്ന് പറയുന്നത് എഫിഷ്യൻസി, അതായത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നടത്തുന്നതോടൊപ്പം കോസ്റ്റ് കൺട്രോൾ, ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് നമുക്കതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നതും നമ്മൾ കുറച്ച് ക്യാഷ് ചിലവാക്കിയിട്ട് നമുക്കതിൽ നിന്ന് എഫിഷ്യൻ്റായ രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടും, നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എഫിഷ്യൻ്റായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത്. ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പർച്ചേസിങ് പവർ, സോഷ്യൽ നീഡ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പർച്ചേസിങ് പവർ, ഹൂ ക്യാൻ അഫോർഡ് ഇറ്റ്, ആർക്കാണ് ഇത് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വസ്തുക്കൾ നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ആർക്കൊക്കെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ളത്, ആരൊക്കെയാണ് ഇത് അഫോർഡബിളായിട്ട് ഇത് വാങ്ങിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക്കലി വെൽബീയിങ് ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് കിട്ടും, അവർക്ക് കിട്ടും. ഇപ്പോൾ ഒരു കിൻഡർ ജോയ് അത് വാങ്ങുക എന്നുള്ളത് എല്ലാ ഫാമിലിനെ വെച്ച് നോക്കുമ്പോഴും അതെന്താണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുപോലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആർക്കാണോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ളത് അവർക്കത് കിട്ടും. അതായത് ആരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ അവർക്ക് കൂടുതലായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസൊക്കെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ സോഷ്യൽ നീഡ്സ്, ഹൂ നീഡ് ഇറ്റ് മോസ്റ്റ്, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്കും അതുപോലെ ആർക്കാണ് കൂടുതൽ ആവശ്യം അവർക്കത് കിട്ടും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പർച്ചേസിങ് പവർ, ആരുടെ കയ്യിലാണോ ക്യാഷ് ഉള്ളത് അവർക്ക് കിട്ടുന്നത്. സെക്കൻഡ് സോഷ്യൽ നീഡ്, ഹൂ നീഡ് ഇറ്റ് മോസ്റ്റ്, ആർക്കാണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, ആർക്കാണോ, അതായത് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റ് ആർക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് അവർക്കത് വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ചാലഞ്ച് ഓഫ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ഈ ഒരു സോഷ്യൽ നീഡിൻ്റെയും പർച്ചേസിങ് പവറിൻ്റെയും ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എന്താണ്, എല്ലാവർക്കും ഒരുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസുകളും പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ ഫാമിലിയെ സംബന്ധിച്ചും അവരുടെ എക്കണോമിക് വെൽത്തിനനുസരിച്ചിട്ടാണ് അവർ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും പറ്റുന്ന രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് എക്കണോമി ബേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ്. ഇതിനെയാണ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഈ ഹൂം ടു പ്രൊഡ്യൂസിൽ വലിയൊരു ചലഞ്ചായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. Okay, what to produce, how to produce, and for whom to produce. Next we discuss in our next part.